എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അബിക്ക്. കാരണം രാത്രിയിൽ അബിക്ക് ഒരുപോലെ കണ്ണുറങ്ങാനായിട്ട് പറ്റിയില്ല. അനഘനെ കുറിച്ച് ചിന്തകളായിരുന്നു. ഒരു പക്ഷേ തന്റെ കുഞ്ഞുമായിട്ടാണ് അവൾ വരാനായിട്ട് പോകുന്നത്. ഈ വരവ് അവൾ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം താർന്നു തന്നെ. താൻ അനന്തപുരിയിൽ നിന്ന് വെളിയിലാവും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ എല്ലാവരും അറിയും തനിക്ക് മറ്റൊരുത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള സത്യം. ഇതെങ്ങാനും ഇവളെങ്ങാനും അറിയുവാണെങ്കിൽ നവി അറിഞ്ഞ അതോട് കൂടി തീർന്നു. ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിപ്പോയി അബിക്ക്. ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഒരു വിധത്തിൽ നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുപ്പിച്ച് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് അബി പുറത്തേക്ക് പോകാൻ തുടങ്ങുക. ഈ സമയത്ത് നവി ചോദിച്ചു, ഇതെന്ത് പറ്റി? നീ എന്താ എത്ര രാവിലെ ഇത് എങ്ങോട്ട് പോകാന്ന് ചോദിക്കണം. അതൊന്നും ഇല്ല, ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് അബി എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകണം. അബിക്ക് പുറത്തിറങ്ങി അവളെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്ന് വിളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അബി പുറത്തേക്ക് പോകുന്നത്. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പോലും പറ്റത്തില്ലോ. അങ്ങനെ അബി പുറത്തേക്ക് പോയി. പുറത്തു പോയിട്ട് അബി അവളെ വിളിക്കുവാണ്, അനഘേനെ വിളിക്കുവാണ്. അനഘേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനഘ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിക്കുക. അല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാം. നീ ദൈവത്തെ ഓർത്ത് ഇപ്പോഴിങ്ങോട്ട് വരില്ല. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ വേണ്ടേന്ന് പറയും. വളർന്നു വന്നുകൊണ്ടിരിക്കുക. നാളെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളാ വേണ്ടത് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, പ്ലീസ് അനഘ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു പറയാ. വെറുതെ നീ തള്ളി മറിക്കില്ലടാ. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ പോണല്ലേ? ഒരിക്കലും ഇല്ലടാ. നീ ഒരു ചതിയനാന്നുള്ള കാര്യം എനിക്കറിയാം. അറിയാലോ. നീ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് നിരാഹാര സത്യാഗ്രഹമെങ്കിലും ഞാൻ നടക്കും. 4 മനുഷ്യന്മാരെ അറിയും. പിന്നെ അനന്തപുരിയിലേക്ക് കയറാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് DNA എന്തെങ്കിലും നടത്താം. നിനക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടുകൂടി തീരില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആപ്പി പറഞ്ഞു, അല്ല അത് പിന്നെ അനഘയെ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുവാണ്. അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ടിയാണ്. അബിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പൊ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗമില്ല. എങ്ങനെ രക്ഷപ്പെടും? അവളുടെ വരവ് തടയാന്ന് വെച്ചാൽ അത് തടയാനും പറ്റത്തില്ല. അവൾക്ക് പൈസ വേണ്ടതാ പറയണേ. അവൾക്ക് കുഞ്ഞിന്റെ അച്ഛനെ മതി പോലും. എങ്ങാനും ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അങ്ങനെ അബി ആകെപ്പാടെ സമനില തെറ്റി മട്ടിയില്ല വീട്ടിലേക്ക് കയറി വരുന്നേ. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലടാ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. ഉറങ്ങാനായിട്ട് എങ്ങനെ ഉറങ്ങാനായിട്ടാ? മനുഷ്യനുള്ള സമാധാനം പോയേക്കോന്ന് പറയാ. അതെനിക്ക് മനസ്സിലായി. ആ നവ്യയെ പോലെ ഒരുത്തിയല്ലേ നിന്റെ കൂടെ ഉള്ളത്. പിന്നെ എങ്ങനെ നിന്റെ മനസ്സമാധാനം പോവാതിരിക്കുന്നേ? അവളെ നീ ആദ്യം പടിയടിച്ച് പിണ്ടം വെക്ക്. എങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ സ്വസ്ഥത കിട്ടുള്ളൂ പറയാ. എങ്ങനെയെങ്കിലും ആ പണ്ടാരത്തിനെ കൊണ്ട് കളഞ്ഞിട്ട് വാടാ എന്നൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ അമ്മേ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതൊന്നും ഇപ്പം നടക്കില്ല എന്ന് പറയാ. ആഹാ, നീ നടക്കില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റൊരു കുഞ്ഞനെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണമെന്ന് പറയാ. ഇത് കേട്ട അബി പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കയറി പോവാണ്. ഇത് എന്ത് പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. പക്ഷെ അബിയുടെ മനസ്സ് നിറയും അനഘേനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പിന്നീട് ആദർശ് നേരെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന മുറിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആദർശ് നയനയുടെ ഒരു അവാർഡ് കിട്ടിയതിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറയാണ്. ഇപ്പം ഫേമസ് ആയിട്ടുണ്ട് നയന കളക്ഷൻസ്. കുറച്ച് വേളക്കാർ എന്നോട് വിളിച്ച് അതിനെക്കുറിച്ചൊക്കെ തിരക്കിന്ന് പറയാണ്, നയന കളക്ഷൻസിനെ കുറിച്ചൊക്കെ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതെ, എന്റെ ഇതുകൊണ്ട് മാത്രമല്ല ദൈവാനുഗ്രഹം കൊണ്ടും പിന്നീട് അമ്മ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചും കൊണ്ടല്ലേ എന്ന് ചോദിക്കാം. അത് ശരിയാ, എന്നാലും നിന്റെ കഴിവ് തന്നെയാന്ന് പറയണം. മുത്തശ്ശന നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം തന്നെ കണ്ടെത്തി അറിയാലോ. ഇവിടെ വന്നതിന് ശേഷം ജ്വല്ലറിയിലേക്ക് നിന്നെ ആദ്യം പറഞ്ഞു കൊണ്ടെന്ന് മുത്തശ്ശൻ തന്നെ പറഞ്ഞെന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയാ, ഏറ്റവും കൂടുതലും സന്തോഷമാണെന്ന് മുത്തശ്ശനായിരിക്കും. മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാന്ന് പറയാം. പക്ഷെ ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അത് നേരെയാക്കി നോക്കിയിട്ട് കാര്യമില്ല ആദർശേട്ടാ. അനാമികയല്ലേ, അവൾ ഒരിക്കലും നേരെ ആവില്ലെന്ന് ശപഥം ചെയ്തിരിക്കുമല്ലേ. അതുകൊണ്ട് അവളുടെ കാര്യമോ അപ്പച്ചിയുടെ കാര്യത്തിലൊന്നും നമ്മൾ ഇനി ഇപ്പം തലയേറേണ്ട കാര്യമില്ല. അവരവരുടേതായ രീതിക്ക് നടക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, എന്തെങ്കിലും നിന്നോട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ വിട്ടുകൊടുക്കാൻ പോകേണ്ട കാര്യമില്ല. ഈ പറയുന്ന അനാമികയുടെ മുന്നിൽ നിന്ന് നീ തലകുണിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, മുമ്പത്തെപ്പോലൊന്നും അല്ല ആദർശേട്ടാ. ഇപ്പൊ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തക്കതായ മറുപടി പറയുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ തന്നെ വേണം. അല്ലാതെ നമ്മൾ ഒന്നും മിണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ നിന്റെ തലയിൽ കയറി നിരങ്ങൂന്നൊക്കെ പറയാണ്. പിന്നീട് നയന പറഞ്ഞു, അതെ, എനിക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോണായിരുന്നു പറയണേ. ഇന്നെന്ത് പറ്റി? പതിവിലും വീര്യതായിട്ട്. ഒന്നുമില്ല, ക്ഷേത്രത്തിൽ പോകണമെന്നൊന്നും തോന്നിയെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാമെന്ന് പറയാണ്, ഇവനെ കൊണ്ടാക്കാന്ന് പറയാണ്.
ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, ഞാൻ തന്നെ പോയിക്കോളാന്ന് പറയണം. അങ്ങനെ നയന ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് ദേവേനെ അറിഞ്ഞ് നയന ക്ഷേത്രത്തിലേക്ക് പോവാന്ന്. അപ്പൊ ദേവേനിക്കും കൂടെ പോണമെന്നുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സംശയിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് നയന ദേവേനോട് പറഞ്ഞ് ഞാൻ തന്നെ പോയിട്ട് വരാം അമ്മയെന്നൊക്കെ പറയണം. അങ്ങനെ നയന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ, ഇത്രയും കാലം ആയിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അമ്മ തന്നോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. എനിക്കിനി എന്തൊക്കെ കിട്ടിയാലും കെട്ടിയിട്ടും ഒരിതില്ല. കാരണം അതിനേക്കാളും വലിയ സൗഭാഗ്യമാണ് ഇപ്പം ദൈവം നീ എനിക്ക് തന്നിരിക്കുന്ന ഭഗവാനെ. ഇനി ഇത് ഒരു കുഴപ്പം കൂടാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, എല്ലാ പ്രശ്നങ്ങളെല്ലാം മാറി എന്നൊരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം നയന ദേവേനിക്കും ആദർശനും അവർക്കെല്ലാവർക്കും വേണ്ടി ഉള്ളിരികെ പ്രാർത്ഥിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് അമ്മ തന്നെ അംഗീകരിക്കുന്നു ദേവേനി പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് ദേവേനയുടെ പേരിൽ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ട് തിരുമേനി. പിന്നീട് ദേവേനെ കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്തു, എങ്ങനെയുണ്ടൊക്കെ ആൾപ്പോൾ കുറവുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ നയന പറഞ്ഞു, കുറവുണ്ട് തിരുമേനി, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മയ്ക്ക് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നയന വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് കൊണ്ടേ പ്രസാദം തൊട്ടു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ തൊട്ടു കൊടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നയന എന്ത് ചെയ്യുവാണ്, മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആദർശ പതിവ് പോലെ തന്നെ ജോലിക്ക് പോയ സമയത്ത് നയന തന്നെയായിരുന്നു മുറിയിൽ. അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ടേക്ക് കയറി വന്നു. ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന എന്ത് ചെയ്യുക, എടുത്തു വെച്ചിരുന്ന പ്രസാദം ദേവേനയ്ക്ക് കൊടുത്തിട്ട് അമ്മ പ്രസാദം വന്ന് പറയണ. പിന്നീട് ദേവേനെ വന്ന മോള് തന്നെ തൊട്ട് തന്നേക്കാൻ പറയാം. അങ്ങനെ ദേവേനയ്ക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു. ദേവേന പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സന്തോഷവും സമാധാനമായത്. ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പം ആരറിയാനാ, ആ ജലജേനം ജാനകിനെ മാത്രം ഒന്ന് പേടിച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അവരെക്കാളും ഏറ്റവും വലിയ വിഷമത്ത് ആരാന്നറിയോ, അനാമികയില്ലേ, അവളാന്ന് പറയണം. അവളെ ഏറ്റവും സൂക്ഷിക്കണ്ടേ. ഒരു പക്ഷേങ്കിൽ ഏത് സമയത്ത് അവളിലൂടെ കടന്നു വരാം. നമ്മൾ രണ്ടും ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്, അവൾക്ക് സഹിക്കില്ല എന്ന് പറയണം. ആ സമയം ദേവേന പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ എത്ര നാളെന്ന് വെച്ചാൽ മോളെ നമ്മളിങ്ങനെ ഇതെല്ലാം മറച്ചു പിടിച്ച് നടക്കുന്നത്, അതേ കാലം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയണം. നയന പറഞ്ഞു, അത് ശരി തന്നെ അമ്മേ. ആദർശന് എനിക്ക് അതേ കാലമൊന്നും പറ്റിക്കാൻ പറ്റില്ല. പാവം ആദർശന്റെ മുഖം ഓർത്തുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാം. ആദർശന്റെ മുന്നിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് വിഷമമാവുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. എന്താണെങ്കിൽ അധികം വൈകാൻ തന്നെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയുമല്ലോ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം. എന്താ അമ്മേ ആഗ്രഹം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന് പറയണം. എനിക്കൊരു അമ്മൂമ്മേനെ ആഗ്രഹമില്ലേ. കാരണം മോളുടെ ആദർശിന്റെ ഒരു കുഞ്ഞിനെ കുഞ്ചിക്കാനായിട്ട്. കാരണം നവ്യ പ്രഗ്നന്റ് ആയിട്ട് ഇത്ര നാളെ ഇതുവരെയായിട്ടും മോളും വിശേഷമൊന്നും അറിയിച്ചിട്ടില്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും നയനെ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തേ. അപ്പൊ ദേവേനെ പറഞ്ഞ് ചിരിക്കുമൊന്നും വേണ്ട, ഉള്ള കാര്യമാണ് പറഞ്ഞേ. പക്ഷെ അന്ന് ഹണിമൂൺ ട്രിപ്പ് വിടുന്ന സമയത്ത് ഞാൻ വിടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടി വെച്ചേ. പക്ഷേ എങ്കിൽ അതിന്റെ കുറ്റബോധം എനിക്ക് നന്നായിട്ടുണ്ട്. അതിനുശേഷമാണെങ്കിലും നിങ്ങൾ പോയിട്ട് വന്നല്ലോ, അത് മാത്രമേ ഒരു സമാധാനമുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം കടന്നുകൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിച്ചിടണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് പിന്നെ നോക്കട്ടെ, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകണേന്ന് പറയണം. ദേവേന് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറയണം. നയന പറഞ്ഞു, അതിന്റെ കാര്യമില്ലമ്മേ, ആദർശാന്റെ ഇടയ്ക്ക് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകാന്നൊക്കെ പറയണം. അമ്മ ധൈര്യമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതേ കാലം ആയില്ലോ അമ്മേ. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, എല്ലാത്തിനും കാരണം ഞാനാ. ഒരു പക്ഷേങ്കിൽ ഞാൻ ആദ്യം നിങ്ങളെ അംഗീകരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ആദർശനാണെങ്കിലും വിഷമമില്ലായിരുന്നു. കാരണം അവനെ ഞാൻ നിന്നിൽ നിന്ന് അകറ്റി നിർത്തി, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം. നയന പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞു, ഇനി നമ്മളിവിടെ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്ന് പറയണം. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം കട്ടക്കലിപ്പോട് കൂടിയിട്ട് അനാമിക ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് രേവതിയുടെ ഫോൺ കോൾ വരുന്നത്. രേവതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നാൽ മതി ഉള്ളമ്മേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി, ശാന്ത മോളെ, എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇവിടുത്തെ വെല്ലുമ്മയ്ക്ക് എന്നെ മൈൻഡ് പോലും ഇല്ല. എപ്പം നോക്കിയാലും ആ നയനെന്ന് പറയുന്ന പിശാശിന്റെ പുറകെ നടക്കണേ. എനിക്കൊരു വിലയില്ലമ്മേന്ന് പറയണം. അത് മോളെ, നീ വേണം എനിക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ദേവേനെ നീ കയ്യിലെടുക്കണമെന്ന് പറയണം. എൻ്റെ അമ്മേ, അവരിപ്പോ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നേരാമണം ഒന്ന് സംസാരിക്കാൻ പോലും വരുന്നില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്, നീ ഇടിച്ചു കയറി നിന്നോണെന്ന് പറയാം. അറിയാലോ, അവരുടെ കയ്യിലാണ് കുറെ സ്വർണം കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ കുറേശ്ശെ നിന്റെ അടുത്തേക്ക് നീ വലിപ്പിക്കണം എന്ന് പറയാം. നോക്കട്ടെ, എന്തായാലും വഴിയുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. പക്ഷെ ഇറങ്ങിയിട്ടുണ്ടേ അമ്മ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു,
എനിക്ക് കിട്ടാവുന്നൊക്കെ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ വെറും കൈയോടെ ഒന്നും ഞാൻ വരാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, മോളെ എടുത്തിയാടി നീ ഒരു തീരുമാനം എടുക്കല്ലേ, കുറച്ച് ദിവസത്തോടെ അവിടെ പിടിച്ചു നിൽക്കാം, കുറച്ചാളും കൂടെ നോക്കട്ടെ എന്താ സംഭവിക്കുന്നതെന്ന്. എടുത്തിയാടി പോന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥ വരും. ഇവിടെ കടത്തിന്റെ കൂടുമായിട്ടാണ് ഇരിക്കുന്നത്. അറിയാലോ ഏത് സമയത്ത് ജപ്തി നടപടികളൊന്നും അറിയത്ത് പോലും ഇല്ലാന്ന് പറയണം. അങ്ങനെ അവസാനം അനാമികനെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് നവ്യ മുറിയിലേക്ക് ചെല്ലുമ്പത്തിന് അബി ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ നവ്യക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. പഴയ അബി അല്ല, അവന്റെ മനസ്സിൽ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കാൻ വഴിയില്ല. അബിയോട് ചോദിച്ചു, എന്താടാ നീ പുറത്തേക്കൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കാം. എന്താ ഞാൻ ഇവിടെ ഇരിക്കാൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. അല്ല ഇങ്ങനെയൊന്നും നീ മുറിക്കകത്ത് കയറി ഇരിക്കാറുള്ളതല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഓഹോ ഇപ്പൊ മുറിക്കകത്ത് ഇരുന്നാലും കുഴപ്പം ഇരുന്നില്ലേലും കുഴപ്പമില്ലെന്ന് ചോദിച്ചുകൊണ്ട് അബി കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആ സമയം നവ്യക്ക് മനസ്സിലായി ഇവൻ എന്തോ കാര്യമായിട്ട് തട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും ഇരിക്കാനായിട്ട് വഴിയുള്ളവനല്ല. എന്ത് കാര്യമെന്ന് അറിയത്തില്ല. അധികം വൈകാതെ എന്താണെങ്കിലും എന്ത് കള്ളത്തിലുണ്ടല്ലോ ഇവന്റെ പുറത്തറിയാണ്ട് സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് അനഘ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഈ ആഴ്ച ഞാനും മോനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട ഒരു ഞെട്ടലോടുകൂടി അബി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.